എന്തായാലും സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. 2 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഉടൻ എത്തിച്ചേരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. മഴ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയുണ്ട്. അത് ഇനിയും തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മൊത്തത്തിലുള്ള മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ എങ്ങനെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇപ്പോൾ കൊച്ചി അടക്കമുള്ള പല മേഖലകളിലും എറണാകുളം ജില്ലയിലൊക്കെ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷേ ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് പെട്ടെന്ന് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അത് 3 ജില്ലകളിലേക്ക് നാളെ ചുരുങ്ങുമെങ്കിലും മഴ ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ന്യൂനമർദ്ദ പാത്തി ഉൾപ്പെടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതോടൊപ്പം തന്നെ കാലവർഷം അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം എത്തിയേക്കുമെന്നുള്ളതാണ്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യമാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും അതോടൊപ്പം തന്നെ മറ്റ് ശക്തമായ കാറ്റ് തന്നെയാണ്. അതായത് 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെയാണ് കാറ്റിന് ശക്തി ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. പല ജില്ലകളിലും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ കണ്ടതാണ് വലിയ തരത്തിലുള്ള അപകടം ഇടിമിന്നൽ മൂലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസം നാളെ മുതൽ ഉണ്ടാകുമെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നത്. ഇത്തരത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെയാണ്. അതായത് ഈ ഘട്ടത്തിൽ വലിയ തരത്തിലുള്ള മഴ ഇപ്പോൾ ഇല്ല എങ്കിലും വരുന്ന മണിക്കൂറുകൾ ശക്തമായ മഴ എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്ക് എത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നാളെ പക്ഷേ തെക്കൻ ജില്ലകൾ, അതായത് തിരുവനന്തപുരത്തും കൊല്ലത്തും അതിനുശേഷം പിന്നെ ആലപ്പുഴയിലും മാത്രമാണ് മഴ പറയുന്നത്. മറ്റ് ജില്ലകളിൽ പൊതുവെ നല്ല കാലാവസ്ഥയായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട്, കാലവർഷത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഒപ്പം തന്നെ മറ്റ് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത ആശുപത്രികളിലും ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. ശ്രീജ, പ്രശാന്ത്, ഈ 2 ദിവസം മഴയുണ്ടാകും, അത് കഴിഞ്ഞാൽ 28ഓടുകൂടി കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെ പ്രവചിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് മഴയുടെ കാലമായിരിക്കും അല്ലേ? ശ്രീജ, ബംഗാൾ ഉൾക്കടലിന് മുകളിലും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിലും ന്യൂനമർദ്ദം ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും 28 വരെ സംസ്ഥാനത്ത് നേരിയ മഴയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട്. അതിനിടയിൽ തന്നെ ആ ദിവസം കഴിയുന്നതോടുകൂടി തന്നെ കാലവർഷം എത്തുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായ മഴയിലേക്ക് സാധാരണഗതിയിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത്, അതായത് ജൂൺ ആദ്യ വാരങ്ങളിൽ തന്നെ അതിശക്തമായ മഴയിലേക്ക് സംസ്ഥാനം എത്തുന്നതാണ്. ആ ഒരു രീതി തന്നെ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ, അതായത് നാളെ കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ നേരിയ മഴയും അതിനുശേഷം കൂടുതൽ ശക്തിയിലേക്ക് കാര്യങ്ങൾ എത്തും. കാലവർഷം എത്തുന്നതോടുകൂടി തന്നെ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ കുറെ നാളുകൾക്ക് വിരുദ്ധമായി തന്നെ വലിയ തരത്തിലുള്ള ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം അതിശക്തമായി ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്, രാജ്യത്തുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അതിശക്തമായ മഴയിലേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അതീവ ജാഗ്രത നിർദ്ദേശം എല്ലാ ജില്ലകളിലും ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാംക്രമിക രോഗങ്ങളടക്കം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത അക്കാര്യത്തിൽ വേണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബന്ധപ്പെട്ട ആശുപത്രികൾക്കും മറ്റ് ഡിസ്പെൻസറികൾക്കും എല്ലാം തന്നെ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ, ശരി പ്രശാന്ത്, എന്തായാലും പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്.